അസ്സലാമലൈക്കും മോൾ, വെൽക്കം ബാക്ക്. പൊറാട്ടയുടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി ഇതാ നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഉണ്ടാക്കാനായിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്കറിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മസാലക്കാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അധികമൊന്നും ആവണ്ട കേട്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മതി. അപ്പോൾ 2 മിനിറ്റ് 2 വശവും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരു ഫ്രൈ ആക്കിയതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും ആവണ്ട, ഈ ഒരു വശത്ര ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ അല്ലാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഈ സെയിം കുക്കറിലേക്ക് തന്നെ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു ഓയിലേക്ക് തന്നെയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും കുഴപ്പമില്ല, നമ്മൾ തക്കാളി ഇടുന്ന ഒരു സമയത്ത് അതെല്ലാം ഒന്ന് റെഡിയാവും കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 3 കൂടി ഒരുമിച്ചാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടീസ്പൂണാണ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന രീതിക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ചേർത്തപ്പോൾ ഇതിലടിക്ക് പിടിച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ആ ഒരു പൊടികളുടെ ആ കുത്തുന്ന സ്മെല്ല് മാറുന്ന രീതിക്കൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ഇതുപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറി റെഡിയായി വരുമ്പോൾ നല്ലൊരു ഗ്രേവി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ വഴറ്റിയിട്ടില്ലെങ്കിൽ കറി നല്ല വെള്ളം പോലെയാണ് നിൽക്കുക. അപ്പോൾ നല്ല ഗ്രേവി കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത്രയും കറി വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം 1 കപ്പൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന രീതിക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ആവിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചൂട് ഒന്നുകൂടി ഒന്ന് പോയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നതെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചപ്പാത്തിയോ പൊറാട്ടയോ എന്താണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ഐറ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതിൽ പിന്നെ കുറച്ച് എരിവ് കുറവാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുരുമുളക് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, കുരുമുളക് പൊടി. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ചിക്കൻ കറി റെഡിയാക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.